ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പുതുവർഷത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവ് ഇന്ന് തന്ന വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്രയോ കരുതലോടെയാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. കർത്താവ് നമുക്ക് തന്ന വചനം ഇതാണ്. നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ രണ്ടാഴ്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കർത്താവ് എനിക്ക് തന്ന വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക. ഇതിലാദ്യം ദൈവം തന്ന 2 വചനങ്ങളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കും, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മളോട് പറയുകയാണ്, ഞാനാണ് പറയുന്നത്, ഭയപ്പെടണ്ട. അതാണ് കർത്താവ് ആദ്യം തന്ന വചനം. രണ്ടാമത് കർത്താവ് തന്ന മറ്റൊരു വചനമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 15-ാമത്തെ വചനം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഈ 2 വചനത്തിലും കൂടെ ഇരിക്കുന്ന, കൈ പിടിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് ഈ പുതുവർഷത്തിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് കർത്താവ് എനിക്ക് തന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം എത്രയൊക്കെ നമ്മളെ നേടിയാലും നമ്മുടെ കൈ പിടിക്കാൻ ഈശോ ഉണ്ടെങ്കിൽ നീ ഒരിക്കലും വീണു പോകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ പുതുവർഷം ഈശോയോട് പറയണം, ഈശോയെ എന്റെ കൈ പിടിക്കണേ. കാരണം നമ്മൾ നടന്നു പോകുന്ന വഴികൾ അത്ര എളുപ്പമുള്ള വഴികളല്ല. ഞാൻ ഓർക്കും, ഞാൻ എന്നെയും ഇനി അടുത്ത വർഷം ജീവിക്കേണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ചാൽ പോലും ഈശോ നമ്മളെ 2024 കയറ്റി നിർത്തിയിരിക്കുക. ഇനി നടന്നേ പറ്റൂ. ദൈവം പറയുന്നിടത്തോളം ദിവസം നടന്നേ പറ്റൂ. ഇന്നിവിടെ നിർത്തിയാക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം ഞാൻ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് 2024 എനിക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുക. പലരും വിചാരിക്കുമായിരിക്കും, ഇത് വേണ്ട, ഇപ്പൊ തീർന്നു പോയിരുന്നെങ്കിൽ. എത്രയോ പ്രാവശ്യം പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഇല്ല, ദൈവം നമ്മളെ നടത്തുകയാണ്. നടത്തി 2024 എത്തി നിൽക്കുമ്പോൾ ഈ 2024 ഈശോയോട് ചോദിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഈശോയെ നീ എന്റെ കൈ പിടിക്കണേ. കാരണം നടക്കാൻ പറ്റാത്ത പല മേഖലകളിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നടക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈശോയോട് ചോദിക്കുന്നതെല്ലാം, ഈശോയെ നീ എന്റെ കൈ പിടിക്കണമേ എന്നാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ലൂർദിലായിരുന്നു. അപ്പൊ ലൂർദിലായിരിക്കും നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനമാണ് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കർത്താവ് എനിക്ക് തന്ന വചനം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം. പ്രിയപ്പെട്ട മക്കളെ, സുവിശേഷം മുഴുവൻ അത്ഭുതങ്ങളുടെ വലിയൊരു ഘോഷയാത്ര നമുക്ക് കാണാൻ പറ്റും. ഈശോ ചെയ്ത അനേകം അത്ഭുതങ്ങള് സുവിശേഷത്തിലുടനീളം കാണുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാമ്മയുടെ സമുദ്രത്തിലിരുന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദൈവം എനിക്ക് തന്ന വചനമാണ് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ വചനങ്ങൾ. വെള്ളത്തിനു മീതെ നടക്കുന്നു. അവിടെ ഹെഡിങ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വെള്ളത്തിനു മീതെ നടക്കുന്നു. നമുക്കറിയാം, മത്തായിയുടെയും മർക്കോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ സുവിശേഷം നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് വെള്ളത്തിനു മീതെ ഈശോ നടക്കുന്നു. എന്നാൽ ഇവിടെ വെള്ളത്തിനു മീതെ ഈശോ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, വെള്ളത്തിനു മീതെ നടക്കുന്നു. ആര് നടക്കുന്നു? ഈ മത്തായി വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്, പത്രോസ് വെള്ളത്തിന് മീതെ നടക്കുന്നു. ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതൊരു അത്ഭുതമല്ല. കാരണം ഈശോ ദൈവമാണ്, ദൈവത്തിന് വെള്ളത്തിന് മീതെ നടക്കാൻ പറ്റും. എന്നാൽ ഈശോയുടെ പ്രിയ ശിഷ്യനായ പത്രോസ് വെള്ളത്തിന്റെ മീതെ നടക്കുന്ന വചനഭാഗമാണ് ഇവിടെ വിവരിച്ചു വെച്ചിരിക്കുക. ഇന്ന് ഞാനും നീയും ഈ വചനം കേൾക്കുമ്പോൾ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അസാധാരണമായ മിറക്കിളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. ഈ പുതുവർഷം ഈശോ പറയുകയാണ്, ഓരോ മക്കളുടെയും ജീവിതത്തിൽ ദൈവം പല അസാധാരണമായ അടയാളങ്ങൾ ചെയ്യും. അതാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, വചനം എടുത്ത് വെച്ചുകൊള്ളുക. നമ്മൾ വായിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. വെള്ളത്തിന്റെ മീതെ നടക്കുന്ന ഒരു വചനഭാഗമാണ്. നമുക്കറിയാം, ഈശോ അപ്പം വർദ്ധിപ്പിച്ചു. സുവിശേഷം മുഴുവൻ ഈശോയുടെ അത്ഭുതങ്ങളാണ് കാണും. എന്നാൽ ഇവിടെ ഈശോ തന്റെ ശിഷ്യരിൽ ചെയ്യുന്ന ഒരു അത്ഭുതം നമുക്കിവിടെ കാണാം. നമുക്ക് ഇത് അറിഞ്ഞോ അറിയാതെയോ അത്ഭുതർ പ്രത്യേകമായിട്ട് പത്രോസ്ലീഹായുടെ മധ്യസ്ഥം ശിഷ്യന്മാരുടെ മധ്യസ്ഥം ചോദിക്കുകയാണ്. 12 ശിഷ്യരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതമാണ് നമ്മൾ ഇന്ന് വചനത്തിൽ കാണുക. അപ്പൊ നമ്മൾ കർത്താവിന്റെ ശിഷ്യരാണ് ഞാനും നീയും ഒക്കെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. കർത്താവെ, അത് എന്റെ ജീവിതത്തോട് നീ ചേർത്ത് വെക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമുക്ക് ആ വചനം വായിക്കാം. ജനസഞ്ചയത്തെ പിരിച്ചു വിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഇതാ 2024 കടന്നു പോകാൻ ഈശോ എന്നെയും നിന്നെയും നിർബന്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകണം,
മറുകര കടന്ന് അപ്പുറത്ത് പോകണം. അത് പറഞ്ഞു വിട്ടത് ഈശോയാണ്. അപ്പോൾ 2024 എന്നെയും നിന്നെ എത്തിച്ചു നിർത്തിയിരിക്കുന്ന ഈശോയാണ്. ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ പോയേ പറ്റൂ എന്ന് ഈശോ പറഞ്ഞു. ഇവിടെ നിൽക്കരുത്, നിങ്ങൾ പോകണം. ജനക്കൂട്ടത്തെ പിരിച്ചു വിടുമ്പോഴേക്കും, അപ്പോൾ അവരെ പിരിച്ചു വിടുന്നതിന് മുമ്പ് തന്നെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ അക്കരെ കടന്നു പോവുക. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഇപ്പോൾ ദൈവം പറഞ്ഞയച്ചിടത്തേക്ക് ശിഷ്യന്മാരെ യാത്രയാക്കുന്ന ഒരു ദൈവത്തെ, ഒരു ഈശോയെ നമ്മളിവിടെ കാണുകയാണ്. ഇന്ന് 2024 ജനുവരി 5-ാം തീയതി ഞാനും നീ ഈ ജീവിതത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടേക്ക് ദൈവം എന്നെ എത്തിച്ചു നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, ഏത് ദേശത്തായിക്കൊള്ളട്ടെ, ഏത് സ്ഥലങ്ങളിലായിക്കൊള്ളട്ടെ, ഏത് ഹോസ്പിറ്റലുകളിലായിക്കൊള്ളട്ടെ, ഏത് ജോലി സ്ഥലങ്ങളിലാകട്ടെ, പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഈശോ നിന്നെ പറഞ്ഞയച്ചിരിക്കുക. കർത്താവ് പറഞ്ഞു, നീ അങ്ങോട്ട് പോകണം, നീ ഇപ്പോൾ അവിടെയാണ്. ദൈവം നിന്നെ നിർബന്ധിച്ച് എത്തിച്ചിരിക്കുന്ന ഒരു സ്ഥലം. ഇനി അവരെ പറഞ്ഞയച്ചിട്ട് ഈശോ എന്ത് ചെയ്തു? അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുകയാണ്. പിരിച്ചുവിട്ടിട്ട് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. നമുക്ക് ഈശോയെ കാണാൻ പറ്റും. ഈശോ 3 കാര്യങ്ങളാണ് ഇവിടെ വചനത്തിൽ ചെയ്യുക. ഒന്ന്, ഈശോ എന്ത് ചെയ്തു? ശിഷ്യന്മാരോട് പറഞ്ഞു, വേഗം അക്കരെ കടന്ന് നിങ്ങൾ പൊക്കോ എന്ന് ഈശോ പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കുകയാണ്, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. രണ്ടാമത് ഈശോ എന്ത് ചെയ്തു? തന്റെ ചുറ്റുമുള്ള ജനക്കൂട്ടത്തെ മുഴുവൻ ഈശോ പറഞ്ഞു വിട്ടിട്ട് ഈശോ എന്ത് ചെയ്തു? ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോയി. 3 കാര്യങ്ങൾ ഈ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി അടുത്ത വചനം ഒന്ന് ശ്രദ്ധിച്ചേ. രാത്രി ആയപ്പോഴേക്കും അവൻ അവിടെ തനിച്ച് ആയിരുന്നു. രാത്രിയിൽ മിഡ് നൈറ്റിലായിരിക്കാം, പ്രഭാതത്തിലാകാം, വെളുപ്പിനെയാകാം. ഈശോ രാത്രിയിൽ ഈശോ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു, അക്കരയ്ക്ക് പോകാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ ഇതാ വഞ്ചിയിൽ കയറി കരയിൽ നിന്ന് ദൂരേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരേക്ക് അവർ യാത്ര ചെയ്യുന്നുണ്ട്. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, അക്കരയ്ക്ക് പറഞ്ഞു വിട്ടവൻ ഈശോ, എന്നാൽ യാത്രയുടെ മധ്യത്തിൽ വലിയൊരു കൊടുങ്കാറ്റ്. മുക്കുവരായ ശിഷ്യർക്കറിയാം, അവിടെ കടലിൽ കൊടുങ്കാറ്റുണ്ടാവാം, കാറ്റുകൾ ഉണ്ടാവാം, അതൊക്കെ സാധാരണ. എന്നാൽ ആവറേജിൽ കവിഞ്ഞൊരു കാറ്റിന്റെ പ്രതികൂലത അവരുടെ ഈ യാത്രയിൽ, ദൈവം പറഞ്ഞയച്ച ഈ യാത്രയിൽ അവർ കണ്ടുമുട്ടുകയാണ്. അവരുടെ കണ്ണുകൾക്കോ ബുദ്ധികൾക്കോ അപ്പുറത്ത്, അവരുടെ ശക്തി ബലത്തിന്റെ അപ്പുറത്ത് ഒരു വലിയ കാറ്റ് അവരുടെ ഈ പുതിയ യാത്രയിൽ അവർ കാണുകയാണ്. പ്രിയപ്പെട്ടവർ, അതുപോലെ 2024 ദൈവം എന്നെ കയറ്റി നിർത്തിയിരിക്കുമ്പോൾ എൻ്റെ ഈ ജീവിതത്തിന്റെ യാത്രയിൽ ഒരുപക്ഷെ ഇന്നോളം ഞാൻ കണ്ടിട്ടില്ലാത്ത ചില കാറ്റുകൾ എന്നിലെ മുമ്പിലേക്ക് വീശിയടിക്കാം. ഇന്നോളം ഞാൻ കണ്ടിട്ടില്ലാത്ത തിരമാലകളുടെ, പ്രതിസന്ധികളുടെ, വലിയ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വലിയ സങ്കടങ്ങളുടെ തിരമാലകൾ എന്നെ വിഴുങ്ങാൻ എൻ്റെ ചുറ്റും വന്നു നിന്നിരിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈ തിരമാലകളിലേക്ക് നോക്കുമ്പോ, ഈ കൊടുങ്കാറ്റുകളിലേക്ക് നോക്കുമ്പോ നീ ഒരു കാര്യം ചിന്തിക്കണം. ഈ അക്കരയ്ക്ക് പോകാൻ, ഈ അപ്പുറത്തേക്ക് പോകാൻ എന്നെ പറഞ്ഞയച്ചത് എൻ്റെ കർത്താവാണ്. ഇന്ന് ഞാനും നീയും എവിടെയായിരിക്കുന്നോ അവിടേക്ക് എന്നെയും നിന്നെയും എത്തിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവാണ്. ഇന്ന് എനിക്ക് എന്തില്ലെന്നോർത്ത് ഞാൻ കരയുന്നുണ്ടോ, നീ ഒരു കാര്യം ചിന്തിക്കുക. ഇന്ന് ഇവിടെ ആയിരിക്കാൻ നിന്നെ വിട്ടിരിക്കുന്നത് നിന്റെ കർത്താവാണ്. തിരമാലകൾ ചുറ്റും വന്ന് ആഞ്ഞടിക്കുമ്പോ, കൊടുങ്കാറ്റുകൾ എന്നെയും നിന്നെയും ഇങ്ങനെ തകർത്തെറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ, കർത്താവ് എന്നെയും നിന്നെയും കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് തിരിച്ചറിയാനാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, തിരമാലകളിൽ പെട്ടത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ ഇനി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇവിടെ വചനം ശ്രദ്ധിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-ാമത്തെ വചനത്തില് ഈശോ മലയിലേക്ക് പോയില്ലേ? ശിഷ്യന്മാര് കടലിന്റെ നടുവിൽ ഇങ്ങനെ വഞ്ചിയിലൂടെ പോവുകയാണ്. ഒരു കാര്യം ഞാനും നീയും മറന്നു പോകരുത്. യേശുവിന്റെ കണ്ണിൽ നിന്ന് ഞാനും നീയും അകലെയല്ല. ഞാൻ എവിടെയാണെങ്കിലും ഈശോയുടെ കണ്ണിൽ നിന്ന് ഒരിക്കലും അകലെയല്ല. പ്രിയപ്പെട്ട മക്കളെ, നിനക്കെന്ത് വേണമോ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണുണ്ട്. സ്വർഗത്തിൽ നിന്നെ നോക്കി കാണുന്ന ഒരു കണ്ണുണ്ട്. എന്റെ കർത്താവ് എന്നെ കണ്ടോണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വചനത്തിൽ വായിച്ചു. പ്രിയപ്പെട്ട എന്റെ മക്കളെ, വചനം പറയാം, ദൈവം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കി അവിടെ നിന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. ഇപ്പോൾ ഈ പുതുവർഷത്തിൽ, ഈ ജീവിത യാത്രയിൽ ഇന്നോ നാളെയോ നാളെ കഴിഞ്ഞൊക്കെ പ്രതിസന്ധികളും കൊടുങ്കാറ്റുകളും വരുമ്പോ
ആദ്യം ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം, എന്റെ ഈശോയുടെ കണ്ണിൽ നിന്ന് ഞാൻ ഒട്ടും അകലെയല്ല. അവന്റെ കണ്ണ് എന്നെ കണ്ടെത്തും, എന്നെ തേടി വരും എന്റെ ഈശോയുടെ കണ്ണ്. അത് മറക്കരുത് പ്രിയപ്പെട്ടവരെ. രണ്ടാമതായി ഈ അടുത്ത വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വചനം എന്താണ്? 25-ാമത്തെ വചനം. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്റെ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്റെ യേശുവിന് എത്തിപ്പെടാൻ പറ്റാത്തിടത്തല്ല ഞാൻ. എന്റെ യേശുവിന്റെ കണ്ണിൽ നിന്ന് ഞാൻ അകലെയല്ല എന്ന് നിങ്ങൾ മറക്കരുത്. 2, എന്റെ യേശുവിന് എത്തിപ്പെടാൻ പറ്റാത്തൊരിടത്തല്ല ഞാൻ. അങ്ങനെ ഒരു സ്ഥലത്തേ അല്ല ഞാൻ. എന്റെ യേശുവിന് ഞാൻ എവിടെയാണെങ്കിലും അവിടെ എത്തിപ്പെടാൻ പറ്റും പ്രിയപ്പെട്ടവരെ. എത്രമാത്രം തകർച്ചയിലാണെങ്കിലും അവിടെ എത്തിപ്പെടാൻ എന്റെ യേശുവിന് പറ്റും. അതാണ് എന്റെ യേശു എന്നോട് പറയുന്നത്. അകലെ ഒരു സ്ഥലത്ത് ഒരു അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ നടുവും കൈയും കാലും പൊട്ടി തളർന്നു പോകുക. അവിടെയുള്ള ആളുകളുടെ കൊച്ചുങ്ങളെ നോക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് അകലെ ഒരു സ്ഥലത്തേക്ക് പോയതാ. ജീവിതത്തില് എന്തിനു ഏതിനും കുറ്റം പറയുന്ന ഭക്ഷണം പോലും കൊടുക്കാനില്ല. അച്ചാറ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അച്ചാറ് കൂട്ടി ഇച്ചിരി ചോറ് ഉണ്ടാക്കി എല്ലാ ദിവസവും കഴിക്കുമ്പോ വീട്ടിലുള്ളവർ വിചാരിക്കുകയാണ്, അവളവിടെ ആണല്ലോ, സുഖമായി സന്തോഷമായി നല്ല ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് പണം അടച്ചു കൊടുക്കുന്നു, അങ്ങനെ വിചാരിക്കുന്നു. ആ സ്ത്രീ എനിക്ക് മെസ്സേജ് ഇടുകയാണ്, സിസ്റ്ററെ ദൈവം എന്നെ കാണുന്നുണ്ടാകും, അതുകൊണ്ടായിരിക്കും എന്നെ കേൾക്കാൻ സിസ്റ്റർ എന്നെ വിളിച്ചത്. ദൈവത്തിന്റെ കണ്ണിന് എത്തിപ്പെടാൻ പറ്റാത്തിടത്തല്ല ഞാനും നീയും. നിന്റെ ജീവിതത്തിന്റെ നൊമ്പരത്തില് നിനക്ക് പങ്കുവയ്ക്കാൻ ആരുമില്ലെന്ന് വിചാരിക്കുന്നിടത്തും നിന്റെ അടുക്കലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഏത് പ്രതിസന്ധിയും ആയിക്കൊള്ളട്ടെ, എന്തുമാകട്ടെ. ഒരു ഫാമിലി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. വിവാഹം കഴിഞ്ഞ് 7 വർഷമായി, കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഭർത്താവിനെ വിട്ട് ഇനി ഡിവോഴ്സായി വേറെ സ്ഥലത്തോട്ട് പോകാമെന്ന് ആഗ്രഹിച്ച് അവള് വരുന്നു. നമുക്ക് ഒട്ടും താല്പര്യമില്ല പ്രാർത്ഥിക്കാനായിട്ട്. അവള് വന്ന് മുട്ടുകുത്തുമ്പോ തന്നെ ഈശോ പറയുകയാണ്, ഇവൾക്ക് വിശ്വാസമല്ല, ഇവൾക്ക് മനസ്സ് നിറച്ച് നിരാശയും സങ്കടവുമാണ്. ആദ്യം നിരാശയും സങ്കടം എടുത്തു മാറ്റിയ ഞാൻ അവളെ അനുഗ്രഹിക്കും. അവള് പറയാണ്, സിസ്റ്ററെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എനിക്കൊരിക്കലും ഒരു വിവാഹ ജീവിതത്തിൽ കുഞ്ഞിനെ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പിന്നെ ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം? നിരാശയുടെ അടിത്തട്ടി കിടക്കുന്ന അവളോട് ഈശോ പറയാണ്, നീ സങ്കടപ്പെടണ്ട, നിനക്കൊരു കുഞ്ഞുവാവ ഈശോ തരാൻ പോവുകയാണ്. അതവൾ അത്ര പെട്ടെന്നൊന്നും വിശ്വസിച്ചില്ല. അവൾക്ക് വിശ്വാസം തോന്നിയില്ല. കാരണം 7-8 വർഷമായിട്ട് അവർ പരിശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ജോലി, മരുന്നുകൾ, ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കുന്നു. അതുകൊണ്ട് അവളുടെ പ്രതീക്ഷകളൊക്കെ നശിച്ചു. അവള് പറഞ്ഞു, ഇപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാറേ ഇല്ല സിസ്റ്ററെ, കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല, എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോകണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നു. ഇവിടെ ദൈവമക്കളെ, 4.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈശോ അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുമാവയെ കൊടുക്കുകയാണ്. ജീവിതത്തിൽ അവൾക്ക് വരുന്ന ഒരു മാറ്റമുണ്ട്. അവൾക്ക് യേശുവിനെ എത്തിപ്പെടാൻ പറ്റാത്തൊരിടത്തല്ല നിന്റെ ജീവിതം ഇന്ന് നിൽക്കുന്നത്. നീ അത് മനസ്സിലാക്കണം. എന്തുമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, യേശുവിന് എത്തിപ്പെടാൻ പറ്റാത്തൊരിടത്തല്ല നീ അത് നിന്റെ മനസ്സിൽ കരുതിക്കൂട്ടണം. യേശുവിന്റെ കണ്ണിൽ നീ ഉണ്ട്. യേശുവിന് എത്തിപ്പെടാൻ പറ്റും നിന്റെ ജീവിതത്തില്. പ്രിയപ്പെട്ട മക്കളെ, സങ്കീർത്തനം 139-ാം അധ്യായം 7 തൊട്ട് ഉള്ള വചനങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് എടുക്കാം. നമ്മൾ പല ആവർത്തി വായിക്കുന്ന ഒരു വചനമാണ്. യേശുവിന് എത്തിപ്പെടാൻ പറ്റുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണത്. നമ്മുടെ ജീവിതത്തിൽ യേശുവിന് എത്തിപ്പെടാൻ പറ്റും, യേശുവിനെ നമ്മളെ കാണാൻ പറ്റും. അങ്ങിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക ഭരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പ്രഭാതത്തിന് ചെറുക ധരിച്ച സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലതുകൈ എന്നെ പിടിച്ചു നിർത്തും. പ്രിയപ്പെട്ട മക്കളെ, എത്തിപ്പെടാൻ പറ്റാത്തൊരിടത്തല്ല നീ ഇപ്പോൾ ആയിരിക്കും. നിനക്ക് തോന്നുന്നുണ്ടാകും. ഒരാൾ ഇന്നലെ എനിക്ക് മെസ്സേജ് ഇട്ടു, സിസ്റ്ററെ ഇനി മരണം മാത്രമേ ഉള്ളൂ, ഇനി എന്റെ മുമ്പിൽ മരണമുള്ളൂ, കാരണം അത്രയും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ആ ചേട്ടൻ ഞാൻ തിരിച്ചൊരു മെസ്സേജ് ഇട്ടു, എന്റെ ചേട്ടാ, മരണമല്ല, നമുക്ക് മുമ്പിൽ ഈശോ ഉണ്ട്. നിനക്ക് മരണമേ കാണാൻ പറ്റുന്നുള്ളായിരിക്കും, പക്ഷെ നിനക്ക് മുമ്പിൽ ഈശോ ഉണ്ട്. നീ അത് വിശ്വസിക്കണം. നീ അത് വിശ്വസിക്കുമ്പോ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്ക് നിനക്ക് കാണാൻ പറ്റും. വീണ്ടും മറ്റൊരു വചനം പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ കെയറിൽ നിന്ന്, ദൈവത്തിന്റെ കരുതലിൽ നിന്ന് ഞാനും നീയും അകലെയല്ല.
അതാണ് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 27 മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണാൻ പോകും. ഒന്നാമത്തെ വചനം 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് നീ അകലെയല്ല എന്നുള്ളതാണ്. 25-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന് എത്തിപ്പെടാൻ പറ്റാത്തിടത്തല്ല നീ എന്നുള്ളത്. ഇനി കർത്താവിന്റെ സ്നേഹം, എന്നോടും നിന്നോടുമുള്ള സ്നേഹം എത്ര വലുതാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് 27 മുതൽ 33 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കതൊന്ന് വായിക്കാം. കർത്താവ് എപ്പോഴാണ് വന്നത്? രാത്രിയുടെ യാമത്തിലാണ് വന്നത്. ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും ഒക്കെ ചില ഡാർക്ക്നെസിന്റെ അവസ്ഥകളുണ്ട്. അത് പല മേഖലകളിലാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഡാർക്ക്നെസ് സിറ്റുവേഷൻ കടന്നു വരും. നമുക്കറിയാം, ശിഷ്യന്മാര് രാത്രിയിലാണ് ഒരു വള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവർ സ്ട്രഗിൾ ചെയ്യുവാണ്. അവർ പല വിധത്തിൽ ഇതിനെ വഞ്ചിയെ നേരെ നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭയങ്കരമായ ഫൈറ്റിങ് നടക്കുകയാണ്. അവരവിടെ യുദ്ധം ചെയ്യുവാണ് ശരിക്കും. അവരവിടെ വലിയ യുദ്ധത്തിന്റെ തുറമുഖത്ത് നിന്ന് അവരിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്ത് ചെയ്ത് ഇതിനെ തിരിച്ചു പിടിക്കാൻ പറ്റും, ഈ വഞ്ചിയെ നേരെയാക്കാൻ പറ്റും. ഇവിടെ ആയിരിക്കുന്ന പല കുടുംബങ്ങളിലും ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, സ്ട്രഗിളുകളുടെ വലിയ ഇരുളടഞ്ഞ മേഖലകളിലൂടെയൊക്കെ ഞാനും നീയും കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇരുട്ടിൽ ഈശോ നിന്നെ തേടി വരും. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ടില് ദൈവം നിന്നെ തേടി വരും. നമുക്കത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വചനത്തില് നമുക്കത് കാണാൻ പറ്റും. സോളമനെ ദൈവം തേടി വരുന്ന ഒരു വചനഭാഗം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടില്, നമ്മുടെ ജീവിതത്തിന്റെ വലിയ യുദ്ധ തുറമുഖത്ത് ദൈവം നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ നടുവിൽ ജീവിക്കാനുള്ള കൃപയാണ് ഈശോ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും നമ്മൾ കാണുകയാണ്, അവർക്കറിയാം, നമുക്കറിയാം, ഈ കൊടുങ്കാറ്റ് ഇങ്ങനെ ഒത്തിരി ആഞ്ഞടിക്കുമ്പോ അവരെല്ലാം ഈ കൊടുങ്കാറ്റിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഈശോ എന്താ പറയുന്നത്? നമുക്ക് ആ വചനം വായിക്കാം. 26 മുതൽ വചനങ്ങൾ. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. അപ്പോൾ വലിയ ഭയത്തിന്റെ നടുവിൽ, ഇരുട്ടിന്റെ വലിയ നടുവില്, യുദ്ധ തുറമുഖത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജീവന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സമയം. എങ്ങനെ ഇനി ജീവിക്കാൻ പറ്റും? നമ്മൾ പലരും കുടുംബജീവിതത്തിന്റെ പല മേഖലകളിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മക്കളെ ഓർത്ത് ആകുലത കൊണ്ട് തീർന്നു പോകുന്ന മാതാപിതാക്കളുണ്ടാവും. അപ്പൊ വചനം പറയുകയാണ്, ഉടനെ അവൻ അവരോട് പറഞ്ഞു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഇത് ശുശ്രൂഷയ്ക്ക് ആരംഭത്തിൽ ദൈവം നമുക്ക് തന്ന അതേ വചനമാണ് ഈ വചനത്തിലൂടെ പറയുക. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്. ഈശോ പറഞ്ഞില്ല ആ കൊടുങ്കാറ്റിലേക്കൊന്നും നോക്കണ്ടെന്ന് ഈശോ പറഞ്ഞില്ല. ഈശോ പറഞ്ഞത് ഞാൻ വലിയവനാ, ഞാനാണ് വലിയവൻ. ഈശോ ഓടി വന്നിട്ട്, നമ്മൾ ഈ വചനത്തോട് നോക്കിക്കേ, ഈശോ വന്നിട്ട് ആ കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചോ? ഇല്ല. ഈശോ ആദ്യം വന്നിട്ട് എന്താ പറഞ്ഞേ? ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്. മറ്റൊന്നും കർത്താവ് പറഞ്ഞില്ല. അതിനു മുമ്പ് ഈശോ എന്നാ പെട്ടെന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയേക്കാന്ന് ഈശോ തീരുമാനിച്ചില്ല. തിരമാലകളെ ശാന്തമാക്കാന്ന് കർത്താവ് തീരുമാനിച്ചില്ല. കർത്താവ് ആ തിരമാലകളുടെ നടുവിൽ നിൽക്കുന്ന നിന്നോട് കർത്താവ് പറയുകയാണ്, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്. തിരമാല ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിന്നോട് കർത്താവ് പറയാണ്, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ, ഞാനാണെന്ന് പറയുന്ന ആ ഒരു സ്വരം എന്റെ ജീവിതത്തിന്റെ ഈ വലിയ കടലിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാനാണെന്ന് പറയുന്ന നിന്റെ സ്വരം അതൊന്ന് കേട്ടാൽ മതി എനിക്ക്. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് മുന്നോട്ട് പോകാൻ പ്രതിസന്ധികളെ പെട്ടെന്ന് ആട്ടിയോടിക്കുന്ന ഒരു കർത്താവിനെ അല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ടെന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു കർത്താവിനെ കേൾക്കണം. ഒന്ന് കണ്ണുകളടച്ച എല്ലാ മക്കളും, ജീവിതത്തിന്റെ ഏതൊക്കെ പ്രതിസന്ധികളുണ്ടോ, പലർക്കും ഒത്തിരി നിയോഗങ്ങൾ ഉണ്ടാകും, എന്തുമായിക്കൊള്ളട്ടെ, ഈശോ ഇന്ന് ഈ പുതുവർഷത്തിന്റെ വചന ശുശ്രൂഷയിൽ ഞാനും നീയുമായിരിക്കുമ്പോ കർത്താവ് പറയുകയാണ്, ഇത് ഞാനാണെന്ന് ഈശോ പറയുകയാണ്. നടക്കുന്നില്ലേ ബിസിനസ്സുകള്, നടക്കുന്നില്ലേ ജോലി കാര്യങ്ങളൊന്നും, നിന്നോട് കർത്താവ് പറയുകയാണ്, ഞാനാണ്. നിയമം മാറിയോ? പല വിധത്തിൽ UK നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. മൈഗ്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കർത്താവ് ഇനി എന്തു ചെയ്യും? സ്റ്റുഡന്റ് വിസായി വന്നിട്ടുള്ളവര്, കെയർ വിസായി വന്നിട്ടുള്ളവര്, മറ്റു പല വിസായിൽ വന്നിട്ടുള്ളവര്, ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. ഈശോ പറയുകയാണ്, ഇത് ഞാനാണ്, ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ആ ഈശോയെ നിന്റെ അടുത്തൊന്ന് കണ്ടേ. ഈശോയുടെ കണ്ണ് നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്.
ഈശോ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈശോ നിനക്ക് കയറി തരുന്ന സമയമാണ്. സ്നേഹത്തോടെ ഈശോയൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. വലിയൊരു ആനന്ദത്തിന്റെ നിമിഷം ഈശോ നമുക്ക് തരും. സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവേ മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞു മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട മക്കൾ, ഇനി വീണ്ടും നമുക്ക് ശ്രദ്ധിക്കാം 28-ാമത്തെ വചനം. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈശോയെ മുന്നിൽ കണ്ട പത്രോസിന് മനസ്സിലായി ഇതെന്റെ കർത്താവാണ്. അപ്പോൾ കർത്താവ് എന്തുകൊണ്ട് വെള്ളത്തിന് നടക്കുന്നു എന്നൊന്നും പത്രോസ് ചോദിച്ചില്ല. കാരണം കർത്താവിന്റെ ശക്തിയെ കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അവനൊരു ആഗ്രഹമാണ്, എനിക്ക് അസാധ്യമാണ് വെള്ളത്തിന് മീൻ നടക്കുക എന്നുള്ളത്. നിങ്ങൾക്കും അസാധ്യമാണ്. മനുഷ്യനായ ഏതൊരു വ്യക്തിക്കും വെള്ളത്തിന് മീൻ നടക്കുക അസാധ്യമാണ്. അപ്പോൾ വെള്ളത്തിന് മീൻ നടക്കാൻ അസാധ്യമായ ഞാനും നീയും പത്രോസിനകത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ഇപ്പോൾ ഈ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ, ഈ കൊടുങ്കാറ്റിൽ എനിക്ക് ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്റെ മുമ്പിൽ നടക്കണം. ഓർക്കണേ, ഈശോ കടലിൽ മീൻ നടന്നു വരുന്നു. പത്രോസ് ഇരിക്കുന്ന എവിടെയാ? ബോട്ടിനുള്ളിലാണ്. ഈ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ തന്നെ ഇച്ചിരി ഭയം നന്നായിട്ടുണ്ട്, ധൈര്യമില്ലെങ്കിൽ നടക്കില്ല. പിന്നെ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, എനിക്ക് കടലിൽ മീൻ നടക്കണം. അപ്പൊ ഈശോ ആദ്യം അവനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താ? അവന്റെ ബോട്ടിൽ നിന്ന് അവൻ പുറത്തിറങ്ങിയേ പറ്റൂ. എന്നാലേ വെള്ളത്തിന് മീൻ നടക്കാൻ പറ്റുള്ളൂ. പത്രോസിന് ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, അതെനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു, അതെനിക്ക് കിട്ടിയാൽ ഓക്കെ ആയിരുന്നു നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് നമ്മോട് പറയുകയാണ്, ഒരു റിസ്ക് എടുക്കണം. അത് എടുക്കണമെങ്കിൽ നീ ആയിരിക്കുന്ന ഈ കംഫർട്ട് സോണിൽ നിന്ന്, ഇപ്പോൾ ചുറ്റും നിൽക്കുന്ന തിരമാലകളും കൊടുങ്കാറ്റുകളും ആഞ്ഞടിക്കുമ്പോൾ ബോട്ടിലായിരിക്കുക എന്നുള്ളതാണ് സേഫ്റ്റി. അതാണ് സേഫ്. പക്ഷേ കർത്താവ് പറയുകയാണ്, കർത്താവ് പറഞ്ഞതുപോലെ, അവൻ നടന്നതുപോലെ നിനക്കും നടക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഫസ്റ്റ് ഒരു റിസ്ക് എടുക്കണം. നിന്റെ ബോട്ടിൽ നിന്ന് നീ പുറത്തോട്ട് ഇറങ്ങണം. നിന്റെ കൊടുങ്കാറ്റിനെ, ആ ഭയപ്പെടുത്തുന്ന ചിന്തകളെ നീ അതിജീവിച്ചുകൊണ്ട് നീ യേശുവിലേക്ക് നോക്കി ഈ ബോട്ടിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയേ പറ്റൂ. എന്നാലേ നിനക്ക് വെള്ളത്തിൽ കാലുകുത്താൻ പറ്റുള്ളൂ. നീ എന്ത് അത്ഭുതത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ചില റിസ്കുകൾ ഈശോ നമ്മളോട് എടുക്കാൻ ആവശ്യപ്പെടും. ഈശോ എന്താ പറഞ്ഞേ? കർത്താവെ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് പോയി നടന്ന് അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ. അവൻ പറഞ്ഞു, നീ ആഗ്രഹിക്കുന്ന ഒന്നും തരാൻ ഈശോയ്ക്ക് ഇഷ്ടമില്ലാകില്ല. ഓൾവേസ് ഈശോ തരുമല്ല. പക്ഷേ നീ എന്ത് ചെയ്യണം? നീ എവിടെയായിരിക്കുന്നോ അവിടെ നിന്നൊന്ന് ഇറങ്ങണം. ഇറങ്ങിയാൽ നീ മുന്നിൽ കണ്ടതെല്ലാം ചെയ്യാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മക്കളെ, ഒന്നിറങ്ങാനുള്ള കൃപയാണ് നമ്മൾ ഈശോയോട് ചോദിക്കേണ്ടത്. പല കൊടുങ്കാറ്റുകളും ചുറ്റും നിൽക്കുമ്പോ ഒന്നിറങ്ങാനുള്ള കൃപ ഈശോയോട് ചോദിക്കണം. ഈശോയെ, ഇതിൽ നിന്നൊന്ന് ഈ കൊടുങ്കാറ്റിലേക്ക് നോക്കാതെ നിന്നിലേക്ക് നോക്കി എന്റെ ബോട്ടിൽ നിന്ന് എനിക്കൊന്ന് ഇറങ്ങണം. പല മക്കളും പേടിച്ച് പലതും ചെയ്യാതിരിക്കുകയാണ്. എത്രയോ മക്കള് ഭയത്തിനടിമയാണ്. കർത്താവ് പറയാണ്, വരൂ. പത്രോസ് വലിയ ധൈര്യത്തോടെ പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന്റെ മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഇതാണ് അത്ഭുതം. അവൻ യേശുവിന്റെ അടുക്കലേക്ക് വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നു. ഈ പത്രോസ് നടന്നു. പ്രിയപ്പെട്ടവരെ, അവൻ എന്താണോ ആഗ്രഹം അതിലേക്ക് അവൻ ചെയ്യുകയാണ്. അവൻ നടക്കുകയാണ്. നമുക്ക് നടക്കാനുള്ള കൃപയുണ്ട്. അവൻ നടക്കുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പത്രോസിനൊരു ഫെയ്ത്ത് ഉണ്ടായി. ഈശോ പറഞ്ഞതല്ലേ നടക്കൂ, അതുകൊണ്ട് നടക്കാം. ഈ ഫെയ്ത്ത് നമുക്ക് എത്ര മാത്രം ഉണ്ടോ അത്ര മാത്രമേ എനിക്കും നിങ്ങൾക്കും ദൈവം ആഗ്രഹിച്ചിടത്തേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഈ വിശ്വാസം എന്ന് പറയുന്ന വലിയൊരു കൃപ, ആ ഒരു ഫെയ്ത്ത് എനിക്കും നിനക്കും വേണം. ഈ പുതുവർഷത്തില് നമുക്ക് വേണ്ട ഒരു കാര്യം അതാ. അത്ഭുതങ്ങളുടെ പ്രവചന വരങ്ങളൊന്നും അല്ല വേണ്ടേ, ഡെലിവറൻസ് ഗിഫ്റ്റ് ഒന്നുമല്ല വേണ്ടത്, മറിച്ച് വിശ്വാസത്തിന്റെ ആഴം.
അതെത്ര കിട്ടിയാലും മതിയാവില്ല. ഈശോയെ, വിശ്വാസത്തിന്റെ വലിയ കൃപ നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമതായി, പത്രോസ് വെള്ളത്തിന്റെ മീതെ അവൻ നടക്കുകയാണ്. അവൻ ആരിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ? ഈശോയിലേക്ക് മാത്രം. രണ്ടാമതായി പുതുവർഷത്തിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഒന്ന്, നിങ്ങൾ ആഴമായി വിശ്വാസം ഈശോയോട് ചോദിക്കുക. രണ്ട്, നിന്റെ ഫോക്കസ് ഈശോയിൽ നിന്ന് മാറരുത്. ഈശോ മാത്രമായിരിക്കണം നിന്റെ ഫോക്കസ്, വേറെ ആരുമല്ല നിന്റെ ഫോക്കസ്. ഇന്ന് നമുക്ക് പലതും നേടിയെടുക്കാനുള്ള ഒരു ഫോക്കസാ. പലരോടും ചോദിക്കുമ്പോ വളരെ ചെറിയ ഉത്തരങ്ങളെ കിട്ടാറുള്ളൂ. വിശുദ്ധരാകണം, അല്ലെങ്കിൽ ഈശോയെ സ്വന്തമാക്കണം, മറ്റു പല ഒത്തിരി ആഗ്രഹങ്ങളാ. പ്രിയപ്പെട്ട മക്കളെ, ഫോക്കസിന്റെ നടുവിൽ നിന്നിട്ട് വേണം ഞാൻ നീയും പ്രാർത്ഥിക്കും. ഈശോയാണ് നമ്മുടെ ഫോക്കസ്. ആ ഫോക്കസ് പത്രോസിനുള്ളത് കൊണ്ട് പത്രോസ് ഇതാ നടക്കാൻ തുടങ്ങി. ആ ഫോക്കസ് ഒന്ന് മാറിയ നിമിഷം പത്രോസ് അതാ താഴാൻ തുടങ്ങി, വീഴുക. ഇപ്പൊ നമ്മുടെയും ജീവിതത്തിലുണ്ട് ഈ വീഴ്ചകൾ. എന്റെയും നിന്റെയൊക്കെ ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിച്ച് ഒരുങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇനി ഭയങ്കരമായിട്ട് ഈശോയെ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകണം. പക്ഷേ ജീവിതത്തിൽ വീണ്ടും ഞാനും നീയും വീഴുകയാണ്. പത്രോസിന്റെ കണ്ണ് ഈശോയിൽ നിന്ന് മാറി. അവൻ തിരമാലകളിലേക്ക് നോക്കി, അവനതാ വീഴുകയാണ്. താഴേക്ക് താന്നു പോവുകയാണ്. അവന്റെ ജീവിതത്തിൽ അവൻ ഇറങ്ങിയെടുത്ത് റിസ്ക് എടുത്ത് പുറത്തിറങ്ങിയതാ, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാനും നീയൊക്കെ പല റിസ്ക്കും എടുക്കും. അത് ചെയ്തേക്കാം, ബിസിനസ് തുടങ്ങിയേക്കാം, അങ്ങോട്ടൊന്ന് പോയേക്കാം, റിസ്ക് എടുക്കും. ദൈവം യേശു പറഞ്ഞിരിക്കുക. പക്ഷേ ഫോക്കസ് മാറിക്കഴിയുമ്പോ തകർന്ന് തരിപ്പണമായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വീഴ്ചകൾ ഒത്തിരി ഉണ്ടാകും. പുതിയ വർഷം ഒരുപാട് പ്ലാനുകൾ നമുക്കുണ്ടാകും. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാനും നീയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും. അപ്പൊ ഈ പുതിയ പ്ലാനുകള് നമുക്ക് ഇപ്പം തരുമ്പോ, പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഈ ഫോക്കസ് മാറാൻ പാടില്ല. അതാണ് നമ്മൾ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഫോക്കസ് മാറിക്കഴിയുമ്പോ പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടു. അവൻ കാറ്റിലേക്ക് നോക്കി, അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ രക്ഷിക്കണം. ഉടനെ കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കൊടുങ്കാറ്റ് ശമിച്ചിട്ടില്ല. ഈ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് ഒന്നും നിന്നിട്ടില്ല. തിരമാലകൾക്ക് നടുവിലും കൊടുങ്കാറ്റിന്റെ നടുവിലും ഈശോ പറഞ്ഞു, ഞാനാണ്, ഇവരെക്കാളെല്ലാം വലുത് ഞാനാണ്. അപ്പോൾ ഈ ഒരു കൃപയാണ് നമുക്കറിയാം. അതാണ് പൗലോസ്ലീഹ കർത്താവിനോട് പറയും, കർത്താവെ, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണും, കർത്താവ്, എനിക്കൊരു മുള്ള് നീ തന്നിട്ടുണ്ട്, ഇതൊന്ന് എടുത്തു മാറ്റണ എത്ര തവണ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു. കർത്താവ് മുള്ളെടുത്ത് മാറ്റിയില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് എന്റെ കൃപ മതി. എന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. നീ കൊടുങ്കാറ്റിലോട്ട് നോക്കണ്ട, നീ ആരിലേക്ക് നോക്കണം? എന്നിലേക്ക്, എന്റെ കൃപയിലേക്ക് നോക്കണം. ഇവിടെ ഇരിക്കുന്ന പല മക്കളുടെയും ജീവിതത്തിൽ ഒരുപാട് കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുകയാണ്. ഈ പല തിരമാലകൾ നിങ്ങളെ വിഴുങ്ങാൻ നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ഞാനും നീയും പ്രാർത്ഥിക്കേണ്ടതും നോക്കേണ്ടതും ഈശോയിലേക്ക് മാത്രമാണ്. ഞാനും നീയും വേറെ ആരിലേക്കും നോക്കണ്ട, അവന്റെ കൃപയുണ്ട്. ഞാൻ ഈ വചനം മൊത്തം വായിക്കുമ്പോ ഈ കൊടുങ്കാറ്റ് ശമിക്കുന്നത്, ഈ പത്രോസ് നടക്കുമ്പോഴും കൊടുങ്കാറ്റ് ഉണ്ടാകുകയാണ്. ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടു. അത്രയും നേരം ഈശോയെ നോക്കി ചാടി വെള്ളത്തിന് മുകളിലേക്ക് ചാടി ഇറങ്ങിയവൻ ഇതാ വീണ്ടും അവൻ പേടിച്ച് വീഴുകയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് ഞാനും നീയും ചിലപ്പോൾ വീണുപോകും. അവിടെയാണ് ദൈവത്തിന്റെ ക്ഷമ, ഈ ഫൊർഗീവ്നെസ്, ക്ഷമ തരുന്ന ഈശോയെ കൂട്ടുപിടിക്കും. ഈ പുതുവർഷത്തിൽ 3 കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുക. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുക. ഈ നടപ്പ് നീ മുന്നോട്ട് നടക്കുമ്പോ ആഴമായ വിശ്വാസം നിനക്കുണ്ടാവണം. 2, നിന്റെ ജീവിതത്തിൽ ഏത് ഫോക്കസ് ആണോ നീ വെച്ചിരിക്കുന്നത്, ഈശോയാണ് നിന്റെ ഫോക്കസ് എങ്കിൽ അത് മാറാൻ പാടില്ല. ഞാനും നീയും ബലഹീനരായതുകൊണ്ട് പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ ഫോക്കസുകൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഫോക്കസുകൾ മാറിപ്പോകുമ്പോ നീ ഓർത്തോണം, വീണു പോകുന്ന നിന്നെ ക്ഷമയോടെ കൈ പിടിക്കുന്ന ഒരു ഈശോ ഉണ്ട്. അത് മറന്നു കളയരുത്. എന്തൊക്കെ ഞാൻ ഒത്തിരി മക്കള് വലിയ ഡിപ്രഷനിലേക്ക്, തകർച്ചയിലേക്ക്, നിരാശയിലേക്ക് പോകാൻ കാരണം ക്ഷമ തരുന്ന ഒരു ഈശോയെ അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ട്. ക്ഷമ തരുന്ന ഒരു ഈശോ ഉണ്ട് നമുക്ക്. ഇത് ഞാനാണ് ഭയപ്പെടേണ്ടെന്ന് അവൻ പറഞ്ഞപ്പോ രക്ഷകനായ, പാപമോചകനായ യേശു ക്രിസ്തുവിനെയാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നിന്റെ രക്ഷകനാണ് ഈശോ.
നിന്റെ ക്ഷമ, നീ വീഴുന്നിടത്ത് കൈപിടിക്കുന്ന ക്ഷമ തരുന്ന ഒരു ഈശോയാണ് നിന്റെ കർത്താവെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വലിയ കൃപ നമുക്ക് ഈശോയോട് ചോദിക്കാം. ഈശോയെ, അത് നീ എനിക്ക് തരണേ ഈശോയെ, എന്റെ ജീവിതത്തോട് നീ അത് ചേർത്ത് പിടിക്കണേ എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിന്റെ വലിയ കൃപ എനിക്ക് തരണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പൊ നമ്മൾ ഇവിടെ കാണുകയാണ്, അവൻ നിലവിളിച്ചു പറഞ്ഞു കർത്താവെ രക്ഷിക്കണം. ഉടനെ കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. അപ്പോൾ തിരമാലകള് ആഞ്ഞടിക്കുന്നുണ്ട്, കാറ്റുണ്ട്. കാറ്റ് എപ്പോഴാ ശമിച്ചേ? ഈ പത്രോസിനെയും കൊണ്ട് ഈശോ ആ വഞ്ചിയിലേക്ക് കയറിയപ്പോ അവിടെ തിരമാല ശമിച്ചു. ഇപ്പൊ നമ്മുടെ ജീവിതത്തില് ഈശോയാകുന്ന ഫോക്കസ് നോക്കി ഞാൻ എന്തെങ്കിലും നടക്കുകയാണ്. വീഴുന്നതിനെ കൈ പിടിച്ചു കഴിയുമ്പോൾ ആ കൈ പിടിക്കുന്ന ഈശോയെ നീ നിന്റെ കുടുംബത്തിലോട്ട് കൂട്ടിക്കൊണ്ട് വരണം. നിന്റെ വീട്ടിലോട്ട് നീ കൂട്ടിക്കൊണ്ട് വരണം. നിന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് വരണം. മക്കളിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ട് വരണം. നമുക്ക് അതാ വേണ്ട. നമ്മുടെ കുടുംബത്തിൽ ഈശോ കൈപിടിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഈശോ ഇരിക്കണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഈശോ ഇരിക്കണം. അവിടെ ഈശോ വഞ്ചിയിൽ കയറിയപ്പോൾ വഞ്ചിയിൽ ഉണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, നീ സത്യമായും ദൈവപുത്രനാണ്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഒരു പത്രോസായി എനിക്കും നിനക്കുമൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. കർത്താവിനോട് ഒരുപാട് ആഗ്രഹങ്ങൾ പറയും. ഈ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരാൻ അവൻ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഈ ജീവിതയാത്രയിൽ ഒരു ഫെയ്ത്തും ഒരു ഫോക്കസും ഒരു ഫോർഗീവ്നെസ്സും നീ മനസ്സിൽ ഉറപ്പിച്ച് നീ അവന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ അവൻ നിന്റെ കൈ പിടിക്കും. അവൻ നിന്റെ കൈ പിടിച്ചു കഴിയുമ്പോ ആ കൈ പിടിച്ച കർത്താവിനെ നീ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ആടിയുലയുന്ന നിന്റെ ജീവിത വഞ്ചിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ട് വരണം. വീണുപോകുന്ന നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ട് വരണം. ആ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ അവിടെ ഇരുത്തി നിങ്ങൾ ഒരുമിച്ച് ആരാധിക്കണം. നിങ്ങൾ കുടുംബം ഒരുമിച്ച് അവനെ ആരാധിച്ചു തുടങ്ങണം. ഈ പുതുവർഷത്തിന്റെ അവസാനം എന്റിലേക്ക് എന്തെങ്കിലും ഈശോ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനെന്ന് അടുത്ത വർഷം ഈ 2024 ഡിസംബർ 31 എത്തിപ്പെടാൻ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അന്ന് കുടുംബം ഒന്നാകെ അവനെ ആരാധിക്കുന്ന, നിന്റെ ജീവിത വഞ്ചിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൃപ ദൈവത്തോട് ചോദിക്കണം. പ്രിയപ്പെട്ട മക്കളെ, അതിനുള്ള ഒരു യാത്രയാണ് ഈ 2024. ദൈവത്തെ ആരാധിക്കുന്ന ഒരു യാത്ര. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളില്, എന്റെ ജീവിതത്തിന്റെ തകർച്ചകളിലെല്ലാം നിന്നെ ആരാധിക്കുന്ന ഒരു വലിയ കൃപ നീ എനിക്ക് തരണം. ആരാധന മാത്രമാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം ദൈവം നമുക്ക് തരും. നമ്മൾ ഈശോയെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക. ഈശോ പറഞ്ഞു വിട്ട ഈ 2024, ഈശോ നടക്കാൻ പറഞ്ഞിരിക്കുന്ന 24 യേശുവാകുന്ന വലിയ ഫെയ്ത്തില് അവനിൽ വിശ്വസിച്ച് അവന്റെ ആകുന്ന ഫോക്കസിലേക്ക് നോക്കി അവനാകുന്ന ക്ഷമയും കരുണയും സ്വന്തമാക്കുമ്പോ നിശ്ചയമായും നിന്റെ ജീവിത വഞ്ചിയിൽ ഈശോ ഉണ്ടാകും. അതിന് യാതൊരു സംശയമില്ല. ആ ഈശോ നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ട കൃപകളെല്ലാം തരും. കൊടുങ്കാറ്റിനെ അവന് ശാന്തമാക്കാൻ പറ്റും. ആ കൊടുങ്കാറ്റ് ശാന്തമാകുമ്പോ ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു കൃപ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കും. പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി വലിയ ഡാർക്ക്നെസ്സിലാ ഈശോയെ കണ്ടെത്താൻ പറ്റുള്ളൂ. എന്നെ ശ്രവിക്കുന്ന നിങ്ങളൊക്കെ ഒരുപക്ഷെ പലരും പല വിധത്തിൽ സങ്കടപ്പെടുന്നവരുണ്ട്. എനിക്കറിയാം. ഞാൻ ഒരുപാട് ആളുകളെ കാണുന്നു, കേൾക്കുന്നു, എനിക്കറിയാം. പക്ഷേ ഈ സമയത്തെല്ലാം ഈശോയുടെ വലിയ സാന്നിധ്യം നമുക്ക് വേണം. ഈശോയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലേ, ഈശോയുടെ പ്രസൻസ് ഉണ്ട്. ഈശോയെ കണ്ടു കഴിഞ്ഞ പിന്നെ ശിഷ്യന്മാർ അവിടെ നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ആ പ്രസൻസിലാണ് സമാധാനം. നമുക്ക് തോന്നും ഞാനും നീയും ഒക്കെ പ്രശ്നങ്ങളില്ലെങ്കിൽ സമാധാനം ഉണ്ടാകുന്നില്ല. കേട്ടോ, പ്രശ്നങ്ങളില്ലെന്നോർത്ത് ആർക്ക് സമാധാനം കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്നാൽ സമാധാനം ഉള്ളത് ഈശോയുടെ സാന്നിധ്യം ഉള്ളപ്പോൾ. ഈശോയുടെ സാന്നിധ്യം ഉള്ളപ്പോ നമുക്ക് സമാധാനമുണ്ട്. ഈശോ നമ്മുടെ കൂടെ ഇരിക്കുമ്പോ നമുക്ക് സമാധാനം കിട്ടും. ഈശോയെ, ആ ഒരു സമാധാനം എനിക്ക് തരണം. ഈശോയാണ് നമ്മളെ പറഞ്ഞയക്കുന്നത്. അവൻ നമ്മളെ തേടി വരും. അവന്റെ കണ്ണിൽ നിന്ന് ഞാനോ നീയോ അകലെയല്ല. അവൻ എത്തിപ്പെടാവുന്നിടത്തുനിന്ന് ഞാനും നീയും അകലെയല്ല മക്കളെ. അവന്റെ കരുതലും സ്നേഹവും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു പുതുവർഷമായിട്ട് ഈ വർഷം മാറണം. അത് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളോടും ഈശോയുടെ പരിശുദ്ധമായ ആരാധനയിലേക്ക് നമ്മൾ ഈ സമയത്ത് പ്രവേശിക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിയോഗങ്ങളും നിങ്ങൾ ഈശോയുടെ കരങ്ങളിലോട്ട് എടുത്തു വെക്കുക. വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും ഈശോ ചെയ്യുന്ന സമയമാണ്. ഈശോയ്ക്ക് എല്ലാം സാധ്യമാണ്. ഈശോയ്ക്ക് എല്ലാം സാധ്യം. നമ്മുടെ കർത്താവിന് എല്ലാം സാധ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈശോയെ,
അവിടുന്ന് ഇറങ്ങി വന്ന് എന്റെ കുടുംബത്തിൽ, എന്റെ മക്കളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിത പങ്കാളിയിലെല്ലാം നിറയപ്പെടുവാൻ മാനസാന്തരത്തിന്റെ, വിശുദ്ധിയുടെ, അത്ഭുതങ്ങളുടെ, വിജയാഘോഷങ്ങളുടെ ഒക്കെ കൃപകൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈശോയോടൊപ്പം ഈ 2024 നടക്കാൻ ആഗ്രഹിക്കാം. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിക്കാം. സാധിക്കുന്നവരെല്ലാം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച്, ഈശോയെ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിൽ ആടയുലയുന്ന വഞ്ചിയിലേക്ക് എല്ലാം ഇറങ്ങി വന്ന് ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് അത് കൊടുത്തു. ഈ വർഷം നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈശോ ഒരു വീട് തന്നെ നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് നമ്മളെ കൈവിടില്ല. നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ ഇറങ്ങി വരും. ഈശോയെ നന്ദി. ഈശോ ആരാധന, ആരാധന. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ സമയത്ത് ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജോലി പല വിധത്തില് ജോലിക്ക് വേണ്ടി അപ്ലൈ, ജോലി കിട്ടുന്നില്ല. വർഷങ്ങളായിട്ട് 6 വർഷമൊക്കെ ആയിട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഒരു പെർമനന്റ് ജോലി കിട്ടാത്തവരുണ്ട്. ഒരു ജോലിയില്ലാത്ത മക്കൾ, പ്രത്യേകിച്ച് യുവജനങ്ങള് പലരും ജോലിയില്ലാതിരിക്കുകയാണ്. ഈശോയെ ഈ സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വചനം നമ്മൾ ക്ലെയിം ചെയ്യാൻ പോവുകയാണ്. ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി യോഹന്നാൻ 15:16, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നെന്തും അവിടെ നിങ്ങൾക്ക് നൽകും. വിശ്വാസത്തോടെ ജോലിയില്ലാത്ത എല്ലാ മക്കളെയും വചനം ഏറ്റെടുക്കട്ടെ. യോഹന്നാൻ 15:16, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തോ അവിടെ നിങ്ങൾക്ക് നൽകും. ഒന്ന് ഒരുമിച്ച് പറയാം. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും. കർത്താവെ ഈ സമയത്ത് ഈ കൂട്ടായ്മയില് ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടപ്പാ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. കർത്താവെ അവിടുന്ന് അവർക്ക് ജോലി ചെയ്യാനുള്ള കൃപ, ഈശോയെ ജോലിക്കുള്ള വഴി തുറന്നു കൊടുക്കണേ അപ്പാ. വിസ ഇല്ലാതിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. ഈശോയെ കാനഡയിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും UK-യിലും ഒക്കെ ജോലിയില്ലാതെ പഠിക്കാനായി വന്നിരിക്കുന്ന മക്കളുണ്ട്. ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടാത്ത മക്കളുണ്ട് ഈശോയെ. അവിടുന്ന് ഈ സമയത്ത് യോഹന്നാൻ 15:16 ശക്തിയാൽ ഈശോയെ നമുക്ക് പിതാവിനോട് ചോദിക്കുന്നെന്തും അവിടെ നിങ്ങൾക്ക് നൽകുമെന്ന് അരുളിച്ചത്. ഈശോയെ നിന്റെ മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോ ജോലി കൊടുക്കുന്നവർക്ക് പ്രാർത്ഥിച്ച് ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് വലിയ കടബാധ്യതയോടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വലിയ കടബാധ്യത, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ സമയത്ത് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവെ എന്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റെടുക്കണേ അപ്പാ. കടബാധ്യതകൾ കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണേ. കർത്താവിന്റെ വചനം പറയുകയാണ്. വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു. ഫിലിപ്പിയർ 4:19, എന്റെ ദൈവം തന്റെ സമ്പന്നതയിൽ യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവെ പല വിധത്തിൽ ജോലി ചെയ്തിട്ടും സേവിങ് ചെയ്യാൻ പറ്റാത്ത മക്കള്, കർത്താവെ ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നവർ, ഈശോയെ ഒരു നല്ല വസ്ത്രം പോലും മേടിച്ചിടാൻ പറ്റാത്തവര്, ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ദാരിദ്ര്യത്തിലായിരിക്കുന്ന അനേകം മക്കള്, ഈശോയെ ഈ സമയത്ത് അവരെല്ലാം നിനക്ക് തരുവാണ് ഈശോയെ. കർത്താവെ അവിടുന്ന് വഴി തുറക്കണം ഈശോയെ. അവിടുന്ന് പറഞ്ഞല്ലോ യോഹന്നാൻ 14:6, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് ഈശോയെ. ജപ്തിയുടെ വഴിയിൽ നിൽക്കുന്ന മക്കള് ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണേ അപ്പാ. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ കടബാധ്യതകൾ മാറിപ്പോകട്ടെ. ഈശോയുടെ നാമത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ഈശോയുടെ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള എല്ലാ മക്കളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. എന്റെ ദൈവം തന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മക്കളെ നമ്മൾ ഈ സമയത്ത്
എല്ലാ വിദ്യാർത്ഥികളെ സമർപ്പിക്കാണ്. പഠിക്കുന്ന എല്ലാ മക്കളെ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, 10, +2, ഡിഗ്രി പരീക്ഷ, എൻട്രൻസ് എക്സാം എഴുതുന്ന മക്കള്, കർത്താവെ വലിയ PhD പ്രവേശന പരീക്ഷ എഴുതുന്ന മക്കള്, ഈശോ എല്ലാ മക്കളെ, UGC എക്സാം എഴുതുന്ന മക്കള്, CA ഫൈനൽ ഇയർ പരീക്ഷ എഴുതുന്ന മക്കളെ, OET, OST, IELTS, CBT പരീക്ഷ എഴുതുന്ന മക്കള്, ഈശോ ഇവരെല്ലാം നിനക്ക് സമർപ്പിക്കണം. പ്രിയപ്പെട്ട മക്കളെ, പഠിക്കാൻ പറ്റാത്തവര്, പഠിച്ചിട്ട് ജയിക്കാത്ത മക്കള്, ജയം കിട്ടാത്ത മക്കള്, നമുക്ക് അവരെല്ലാം സമർപ്പിക്കാം. കർത്താവ് ആ മക്കളുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഈ വർഷം വിജയം കാണാനുള്ള കൃപ കൊടുക്കാൻ. വെളിപാട് 6:2 വചനം എടുക്കുകയാണ്. അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്ര യാത്ര ആരംഭിച്ചു. ഈശോയെ, വിദേശങ്ങളിലേക്ക് പഠിക്കാനായി പോയിരിക്കുന്ന മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. വെളിപാട് 6:2. ഈശോയെ, അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്ര യാത്ര ആരംഭിച്ചു. കർത്താവെ, ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളുടെ മേല്, പഠന മേഖലകളുടെ മേൽ ഈശോയെ ഈ പുതുവർഷം വിജയത്തിന്റെ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുറവ് വന്നിട്ടുള്ള മക്കളുടെ മേല് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, കർത്താവെ, വിജയം വരിക്കാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ നമ്മൾ ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. കർത്താവെ, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയില് മക്കളില്ലാത്ത ദമ്പതികൾ, ലോകത്തിന്റെ നാനാഭാഗങ്ങളില് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കുഞ്ഞുങ്ങൾ നിന്റെ ദാനമാണ്. ഈശോയെ, നീ കൊടുത്താലേ അതുള്ള അനേകര് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഈശോയെ, അവരെല്ലാം സമർപ്പിക്കുകയാണ്. 1 സാമുവേൽ 1-ാം അധ്യായം 27-ാമത്തെ വചനം. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും വചനം ഏറ്റെടുത്ത് 1 സാമുവേൽ 1:27. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. കുരിശു വരച്ച് നിങ്ങൾ ഈ വചനം ഏറ്റെടുക്ക്. നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നെ അനുഗ്രഹിക്കാൻ ഈ വർഷം ദൈവം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 പ്രാർത്ഥിച്ചേ. മക്കളില്ലാത്ത ദമ്പതികൾ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കും. ഈശോയെ, അവർ സന്തോഷിക്കട്ടെ. ഈശോയെ, ഇവരുടെ കണ്ണുനീര് മാറിപ്പോകട്ടെ. ഈശോയെ, ഇവരുടെ നിരാശകൾ മാറിപ്പോകട്ടെ. ഈശോയെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ, നന്ദി. പ്രിയപ്പെട്ട മക്കളെ, വിവാഹ തടസ്സം, വിവാഹം നടക്കുന്നില്ല. ഈ സമയത്ത് വിവാഹം നടക്കാത്ത അനേകം മക്കളെ നമുക്ക് സമർപ്പിക്കാം. വിവാഹത്തിന് താല്പര്യമില്ലാത്ത മക്കളെ സമർപ്പിക്കാം. വിവാഹം കഴിക്കാതെ കൂടി താമസിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, വിവാഹം എന്ന കൂദാശിയുടെ പരിശുദ്ധി മനസ്സിലാക്കാത്ത മക്കളെ സമയത്ത് സമർപ്പിക്കുന്നു. ഈശോയെ, വിവാഹം നടക്കാത്ത മക്കളെ, പ്രായമേറെയായിട്ടും അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ പറ്റാത്ത എല്ലാവരും ഈ സമയം സമർപ്പിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഈ സമയത്ത് ഒരു ജീവിത പങ്കാളിയെ കൊടുത്ത് ഈശോയെ മക്കളെ അനുഗ്രഹിക്കണേ. തടസ്സങ്ങള്, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകള്, മാനസികമായ ബുദ്ധിമുട്ടുകള്. ഈശോയെ, വിവാഹം നടക്കുന്നില്ല, 40 വയസ്സായി 42 വയസ്സായിട്ടൊക്കെ വിവാഹം നടക്കാത്തവർക്ക് വേണ്ടി അനേകര് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഈശോയെ, വിവാഹ ജീവിതത്തിന്റെ പരിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത തടസ്സം നിൽക്കുന്ന പൈശാചിക ബന്ധനങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ മക്കളുടെ മേല് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഒഴുകട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുയോജ്യമായി വരനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതി, ആരാധന, സ്തുതി, ആരാധന, സ്തുതി, ആരാധന. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈ സമയത്ത് പറഞ്ഞു പ്രാർത്ഥിക്കണം. ദൈവം ഏറ്റെടുക്കുകയാണ്, വചനം തരികയാണ്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-25 വചനം. ഈശോയെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈശോയുടെ വചനമാണ്. മർക്കോസ് 11:24-25. ഈ സമയത്ത് ഈ വചനത്തിന് അത്ഭുത ശക്തിയാൽ വിവാഹ തടസ്സത്തിൽ നിന്ന് അനേകം മക്കളെ മോചിപ്പിക്കണം. ഈശോയെ, അനുയോജ്യമായ ജീവിത പങ്കാളിയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ, ഈ സമയത്ത് ബിസിനസ് നടത്തി തകർന്നു പോയ മക്കള്, ബിസിനസ്സിന് ഒരു വിജയം കിട്ടാത്ത മക്കള്, ഈശോ ഇവരെ എല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ്.
കർത്താവെ. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ചെറുതും വലുതും ആ ഷോപ്പുകൾ നടത്തുന്നവര്, ബിസിനസ് നടത്തുന്നവരൊക്കെ ഒന്ന് സമർപ്പിച്ച്, പല വിധത്തില് ബിസിനസ് നടത്തി ഗൾഫിലൊക്കെ തകർന്നു പോയവരുണ്ട്, വിദേശത്ത് തകർച്ചയിലായിരിക്കുന്നവരുണ്ട്, ചെറിയ ചെറിയ ജോലി മേഖലകളിൽ പ്രവേശിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റാത്തവര്, ചെറിയ കട തുടങ്ങി ഒരു വരുമാനമില്ലാത്ത മക്കളെ, ബ്യൂട്ടി പാർലർ നടത്തുന്ന മക്കളെ എല്ലാവരെയും ഒന്ന് സമർപ്പിച്ച്, തയ്യൽ കട നടത്തുന്ന മക്കളെ ഒക്കെ ഒന്ന് സമർപ്പിച്ച് കർത്താവെ, അവിടുന്ന് ഈ വ്യാപാര മേഖലകളിലെ ഈശോയെ വലിയ വിജയം കൊടുക്കണമേ. മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കുക, എല്ലാ മക്കളും മുന്നിൽ കണ്ടേ. സങ്കീർത്തനം 121:8 ചെറുതും വലുതുമായ എല്ലാ ബിസിനസ്സുകളെ സമർപ്പിക്കാം. യേശുനാമത്തിൽ കുരിശ് വരച്ചു പ്രാർത്ഥിച്ച്, കൃഷിയിടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ കൃഷിയിടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, കർത്താവിന്റെ വചനം കർത്താവിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളൂ. രണ്ടു കരങ്ങളും ഉയർത്തി വലിയ വിശ്വാസത്തോടെ നിന്റെ സാമ്പത്തിക മേഖലകളെ, നിന്റെ ബിസിനസ് മേഖലകളെ എല്ലാം ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. വിശ്വസിക്കുന്നു, അത്രമാത്രം ദൈവം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കർത്താവേ എന്റെ ബിസിനസ് മേഖല ഉയർത്തണേ അപ്പാ. എന്റെ കുടുംബത്തിന്റെ പല മേഖലകളിലേക്ക് ഇറങ്ങി വരട്ടെ. വിശ്വസിച്ച് സുഭാഷിതം 3:5-6 കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധി ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടെ നിനക്ക് വഴി തെളിച്ചു തരും. ഈശോയെ, ഈ മക്കളുടെ എല്ലാ ബിസിനസ് മേഖലകളെ, ഷോപ്പുകളെ സമർപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഷോപ്പുകളെയൊക്കെ മുന്നിൽ കണ്ട് പ്രാർത്ഥിച്ച് ഈശോയെ അനുഗ്രഹിക്കണ കർത്താവ്. ഈ പുതുവർഷം വലിയ അനുഗ്രഹത്തിന്റെ വർഷമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ സമയത്ത് എല്ലാ രോഗികളെ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ സൗഖ്യം അനേക രോഗികളിലേക്ക് ഇറങ്ങി വരാൻ ഈശോയെ, രോഗപീഡയിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെ സമർപ്പിക്കുകയാണ് ഈശോയെ. കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവർ ഈശോയെ, രോഗത്തിന്റെ വലിയ പീഡയിൽ ഈശോയെ, ഒരു പ്രതീക്ഷയില്ലാത്ത എത്ര മക്കളാ ഈശോയെ, ക്യാൻസർ രോഗത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ, അനേകരും നെഞ്ചു തകർന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നിനക്ക് തരുവാ ഈശോയെ. വലിയ സൗഖ്യം കൊടുക്കണേ. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ശരീരത്തിന്റെ രോഗപീഠകളെ ഈശോയുടെ നാമത്തിൽ കർത്താവ് സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക്. എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെ ആത്മീയ മേഖലയൊന്ന് സമർപ്പിച്ച മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെ ആത്മീയ മേഖല പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, വചനം വായിക്കണമെന്ന് ആഗ്രഹം നടക്കുന്നില്ല. നമുക്ക് ഈ വർഷം ഈശോയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തി നിൽക്കാൻ കർത്താവെ ഞങ്ങളുടെ ആത്മീയ മേഖല ഏറ്റെടുക്കണേ ഈശോയെ. വിശ്വാസത്തോടെ പരിശുദ്ധാവാൻ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രണ്ടു കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും ഞങ്ങൾ മാറിപ്പോകണം. ഈ കൂട്ടായ്മയിൽ മക്കൾക്കെല്ലാം വലിയ വിടുതലുണ്ടാവട്ടെ, വലിയ വിടുതലുണ്ടാവട്ടെ. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധനയില് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളിലും ഈശോ ഇടപെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ദിവ്യകാരുണ്യനാഥനെ ചേർത്ത് പിടിച്ചൊരിക്കൽ കൂടി നമുക്ക് ഈശോയെ പാടി ആരാധിക്കാം. ഈശോ തന്ന എല്ലാ കൃപകളെ ഓർത്ത്, ഈശോ തന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ നമുക്കൊരിക്കൽ കൂടി ആരാധിക്കാം. ഈശോയെ, എന്റെ കുടുംബത്തെ ഏറ്റെടുക്കണേ അപ്പാ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ, ഇവിടെ തന്നെ അനുഗ്രഹിച്ചത് ഓർത്ത് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഒരുപാട് അത്ഭുതങ്ങൾ ഒത്തിരി പറയാനാണ്, ഒരുപാട് ടെസ്റ്റ് മണികളുണ്ട്. അടുത്ത മാസം ഏതാണ്ട് ടെസ്റ്റ് മണികൾ ഞാൻ പറയണമെന്നുണ്ട് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ളൊരു സമയം കിട്ടിയില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്, സർവശക്തനാണ്. ആ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ നമുക്ക് ചൊരിയുന്ന ഈ പുതുവർഷം എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ, ഈശോ കൈപിടിക്കുന്ന വർഷമാകട്ടെ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും എന്നേരവും ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും പുകഴ്ചയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ.